ഹലോ, നമസ്കാരം. പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് ബോധ്യമായതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട PSC കോഴ വിവാദങ്ങളിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മുൻ അംഗം KV പ്രമോദ് എന്ന പ്രമോദ് കോട്ടുളി നമുക്കൊപ്പം ചേരുന്നു. ചിലത് തുറന്നു പറയാനും ചില ചോദ്യങ്ങളിൽ വ്യക്തത വരുത്താനും. പ്രമോദ്, നമസ്കാരം. നമസ്കാരം. പ്രമോദ്, അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ സുഖമാണോ? അമ്മ റെഡിയായി, മോനും ശരിയായി വരുന്നുണ്ട്. ഓക്കെ പ്രമോദ്, ഞാൻ പ്രമോദിനെ നേരിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചത് പ്രമോദ് ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് എനിക്കെതിരെ ഞാൻ ഒരു പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് വളരെ വേദനിച്ചു എന്നറിയുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ്. ചിലത് തുറന്നു പറയും എന്ന് പ്രമോദ് കൂടി സമ്മതിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ തമ്മിലുള്ള ഈ അഭിമുഖം. പ്രമോദിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പ്രമോദ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ ഒരു സൈക്കിൾ ഷോപ്പുകാരൻ്റെ മകനായി ജീവിതം തുടങ്ങി, ഒരു പ്ലംബറായി, കൽപ്പണിക്കാരനായി, പരസ്യപ്പണിക്കാരനായി, അങ്ങനെ വിവിധ ഒരു സാധാരണ ചെറുപ്പക്കാരൻ കടന്നു പോകാവുന്ന എല്ലാ പണികളിലൂടെയും കടന്നു പോകുന്നതിനോടൊപ്പം DYFIയുടെ പ്രവർത്തകനാവുന്നു. യുവധാരയുടെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ കോട്ടുളിയിലെ നേതൃത്വം ഏറ്റെടുക്കുന്നു. അത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. ഒടുവിൽ ഇപ്പോഴത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയാകുന്നതിന് മുമ്പ് ഒരുമിച്ച് സമരങ്ങളിൽ ഏർപ്പെടുന്നു. ജയിൽവാസം ഒരുമിച്ച് അനുഭവിക്കുന്നു. അങ്ങനെ ഒട്ടേറെ സന്ദർഭങ്ങളിലൂടെ കടന്നു വന്ന പ്രമോദ് കോട്ടുളി ഇപ്പോൾ കടബാധ്യതയുള്ള ഒരു ലോൺ എടുത്തിരിക്കുന്ന വായ്പക്കാരൻ കൂടിയാണ്. പ്രമോദ് ആഡംബര ജീവിതം നയിക്കുന്നു, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. പക്ഷെ പാർട്ടി അതിനെക്കുറിച്ചൊന്നും നമ്മളോട് പറയുന്നില്ല. പാർട്ടി പറഞ്ഞ ഒരേ ഒരു കാര്യം, പാർട്ടിയുടെ അച്ചടക്കത്തിന് വിരുദ്ധമായി പാർട്ടിയുടെ അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ താങ്കൾ ഏർപ്പെട്ടു എന്നാണ്. അതെന്താണെന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു പാർട്ടി അംഗം എന്ന നിലയ്ക്ക് കഴിഞ്ഞ ദിവസം നടക്കുന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ സ്വാഭാവികമായിട്ടും എന്നെ പങ്കെടുക്കാൻ വിളിക്കേണ്ടതാണ്. കാരണം ഞാൻ പങ്കെടുക്കേണ്ട ഏരിയ കമ്മിറ്റി യോഗമാണത്. ആ ഏരിയ കമ്മിറ്റി യോഗത്തിനകത്താണ് എന്നെ എന്ത് പാർട്ടി അച്ചടക്ക ലംഘനമാണ് ഞാൻ നടത്തിയത് എന്നുള്ളത് പറയേണ്ടത്. പക്ഷെ എന്നാൽ എന്തുകൊണ്ടോ എന്നറിയില്ല, ആ ഏരിയ കമ്മിറ്റി യോഗം എന്നെ അറിയിച്ചില്ല. സ്വാഭാവികമായിട്ടും ഒരു ഏരിയ കമ്മിറ്റി, ഒരു പാർട്ടി അംഗം എന്ന നിലയ്ക്ക് ഇവിടെ നിന്ന് എന്നെ ഇന്ന കാര്യങ്ങൾക്കകത്ത് നിങ്ങളെ പാർട്ടി കുറ്റം കണ്ടെത്തിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയണം. എന്നെ ഇതുവരെ ഈ സമയം വരെ രേഖാമൂലമോ പാർട്ടി അംഗം എന്നുള്ള എനിക്ക് എന്നെ അറിയിച്ചിട്ടില്ല. പക്ഷേ പാർട്ടിയുടെ പ്രസ്താവന ഞാൻ വായിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ചാനലുകൾക്കകത്തൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. പാർട്ടി എന്നെ പുറത്താക്കിയതായിട്ട് അറിയിച്ചിട്ടുണ്ട്. താങ്കൾ രക്ഷിതാവെന്ന് കരുതിയ പാർട്ടിയാണ് താങ്കളെ പുറത്താക്കിയിരിക്കുന്നത്. അപ്പോഴും താങ്കൾ ഇന്നലെ ആവർത്തിച്ചു പറഞ്ഞത് താൻ പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, പാർട്ടിക്കെതിരെ ഒരു നിലപാടും താൻ എടുക്കില്ല എന്നാണ്. ആ നിലപാടിൽ തന്നെയാണോ ഇപ്പോഴും പ്രമോദ്? ഇപ്പം ഞാൻ 14 വയസ്സ് മുതൽ പാർട്ടി പ്രവർത്തിച്ച് വരുന്നതാണ്. അപ്പം ഇത്രയും ഏകദേശം ഒരു 10-35 കൊല്ലത്തോളം, ഒരു 34-33 കൊല്ലത്തോളം ഞാൻ പാർട്ടിയിൽ തന്നെ തുടർച്ചയായി എല്ലാ പ്രവർത്തനങ്ങൾക്കകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പാർട്ടി എന്നെ പുറത്താക്കുന്ന സമയത്ത് പാർട്ടിയെ തള്ളി പറയാമെന്ന് പറഞ്ഞാൽ അതാത് സമയങ്ങളിൽ വരുന്ന പാർട്ടി നേതൃത്വമാണ് പാർട്ടി എന്ന് പറയുന്നത്. പാർട്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ നേതൃത്വം മാത്രമൊന്നുമല്ലല്ലോ. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIMനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും പാർട്ടിയാണ്. ഞാനും എൻ്റെ നാട്ടിനകത്തുള്ള പാർട്ടി അനുഭാവികളും എല്ലാം ചേർന്നതാണ് പാർട്ടി. അപ്പോൾ നേതൃത്വത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ കമ്മിറ്റിക്കോ പോരായ്മ വന്നാൽ ഞാൻ പാർട്ടിയെ തള്ളി പറയാൻ പാടില്ല. അതായത് താങ്കളുടെ പുറത്താക്കൽ തീരുമാനത്തിൽ ചില നേതാക്കൾക്ക്, പാർട്ടി കമ്മിറ്റിക്ക്, ഘടകങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാണ് താങ്കൾ വ്യക്തമാക്കുന്നത്. ശരി, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് 1-2 പ്രധാനപ്പെട്ട സംശയങ്ങൾ. അല്പസമയം മുമ്പ് ശ്രീജിത്ത് ഞങ്ങളോട് സംസാരിച്ചു. ശ്രീജിത്ത് താങ്കളുടെ സുഹൃത്താണ്. ഞാൻ അതിനു മുൻപ് താങ്കളുടെ കുടുംബ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് താങ്കൾ കടന്നു പോകുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ 2020 എടുത്ത വീടിൻ്റെ ലോൺ 2024 ആയിട്ടും അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. അത് ശരിയാണെങ്കിൽ താങ്കളുടെ വീട്ടിലെ വരുമാന മാർഗം എന്താണ് പ്രമോദ്? അതായത് ഞാൻ നേരത്തെ ഒരു സ്വകാര്യ ബാങ്കിൻ്റെ, ഞാനും എൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്ന ഒരു സ്വകാര്യ ബാങ്കിൻ്റെ കളക്ഷൻ ഏജൻസി ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. കളക്ഷൻ അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ
അനൂപ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഏജൻസി എനിക്കുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഈ സ്വകാര്യ കമ്പനിയിൽ മൊബൈൽ ഷോപ്പ് റിലയൻസിൽ ഉൾപ്പെടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പാണ് എൻ്റെ ഫ്രണ്ട് അവരുടെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് മരണപ്പെടുന്നത്. പടിഞ്ഞാമ്പള്ളി വിജീഷ് എന്ന് പറയുന്നത് അയാൾ ഞാനുമായിരുന്നു ഈ പറയുന്ന ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെ ഞാൻ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിനകത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ ബെസ്റ്റ് പെർഫോമറായിരുന്നു. അതായത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെയിൽസ്മാനായി ഗോൾഡ് മെഡലും കിട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഗോൾഡ് മെഡലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് അങ്ങനെ ആ മാർക്കറ്റിംഗ് സ്കില്ലായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അന്ന് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് റിലയൻസിനകത്ത് എൻ്റെ ജോലി പോയി. പിന്നെ ഞാൻ മറ്റ് കളക്ഷൻ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ എൻ്റെ വിവിധ ആൾക്കാർ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ പല സ്വകാര്യ ബാങ്കുകളുടെയും ടെലികമ്മ്യൂണിക്കേഷൻ്റെയും ഒക്കെ നാഷണൽ ഹെഡുമാരും സ്റ്റേറ്റ് ഹെഡുമാരും ഒക്കെ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഒരു കൺസൾട്ടൻസി എന്ന നിലയ്ക്ക് ഇപ്പോൾ ഞാൻ അതിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാനിവിടെ ഒരു കൺസൾട്ടൻസി, അവർ ചെയ്യേണ്ട ജോലികൾ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ സ്വകാര്യ ബാങ്കുകളുടെയും മറ്റും കൺസൾട്ടന്റ് ആയിട്ടാണ് ഇപ്പോൾ പ്രമോദ് പ്രവർത്തിക്കുന്നത്. അതെ, അതിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാനുണ്ടായ കാരണം ഒരു നിമിഷം അതിനോടൊപ്പം ചേർത്ത് പറയട്ടെ, താങ്കളുടെ ഭാര്യയ്ക്ക് ഇപ്പോൾ ജോലിയുണ്ടോ എവിടെയെങ്കിലും? എൻ്റെ ഭാര്യയ്ക്ക് ഈ കഴിഞ്ഞ 6 മാസമായിട്ട്, കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഇവിടുത്തെ ഒരു ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ ഭാര്യ DYFIയുടെ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു. ഞാൻ ഫുൾ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാ കാലവും എല്ലാ വർഷവും പാർട്ടിക്ക് നമുക്കുണ്ടാകുന്ന വരുമാനം, കടം എന്നതിനെക്കുറിച്ച് നമ്മൾ കണക്ക് കൊടുക്കണം. ആ കണക്കിനകത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള കടത്തിനെ കുറിച്ച് ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര കടം എനിക്കുണ്ട്. ആ കടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രമോദ് പാർട്ടി രംഗത്ത് സജീവമായി പ്രവർത്തിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ DYFIയുടെ ബ്ലോക്ക് പ്രസിഡൻറ്റും ഇപ്പോൾ ഇവിടുത്തെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള പിങ്കി എന്ന സഖാവിന് ജോലി കൊടുക്കുന്നത്. ഇപ്പോൾ ആ ജോലി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു പോയി എന്ന് താങ്കളുടെ ഭാര്യയാണ് അല്ലേ? എൻ്റെ ഭാര്യയാണ്. ഓക്കെ, അപ്പോൾ പാർട്ടി ഇത് താങ്കളെ പരിഗണിച്ചിട്ടുണ്ട്, താങ്കളുടെ കുടുംബത്തെ പരിഗണിച്ചിട്ടുണ്ട്. താങ്കളുടെ ഭാര്യയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നതിൻ്റെ കൃത്യമായ തിരിച്ചറിവിൽ തന്നെ പാർട്ടി വീട്ടിലൊരു വരുമാനം ഉണ്ടാക്കത്തക്ക രീതിയിൽ ഒരു തൊഴിലും കൊടുത്തിട്ടുണ്ട് സഹകരണ സ്ഥാപനത്തിൽ. ഓക്കെ, അപ്പോൾ പാർട്ടി താങ്കൾ പരിഗണിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. പാർട്ടി നേതൃത്വത്തിന് താങ്കളും താങ്കളുടെ കുടുംബവും അനഭിമിതനായിരുന്നില്ല ഈ വാർത്ത വരുന്നത് വരെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് വരാം. ശ്രീജിത്തിനെ പരിചയപ്പെടുന്നത് എത്ര കാലം മുമ്പാണ്? ശ്രീജിത്തിനെ ഞാൻ പരിചയപ്പെടുന്നത് 2000 അതിൻ്റെ ഡേറ്റ് തന്നെ ഞാൻ പറയാം. ശ്രീജിത്ത് എന്നെ ഞാൻ പരിചയപ്പെടുന്നത് 2023 മെയ് മാസം 15-ാം തീയതിയോ 16-ാം തീയതിയോ ആണ്. കാരണം 18-ാം തീയതി രാവിലെ ശ്രീജിത്ത് 8 മണിക്ക് എൻ്റെ വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രമോദേട്ട, ഞാൻ ശ്രീജിത്ത്, പിൻഡോ ഫ്രണ്ട്, ഇന്നലെ നമ്മൾ കണ്ടിരുന്നു എന്ന് വെച്ചാൽ 17-ാം തീയതി മെയ് മാസമാണ് 2023 ഞാൻ ശ്രീജിത്ത് ഏട്ടനെ പരിചയപ്പെടുന്നത്. ഒരു വർഷത്തിലേറെ ശ്രീജിത്തുമായി പരിചയം. എൻ്റെ വീട്ടിലേക്ക് അതെ, തുടരാം. ഒരു വർഷമായിട്ട് ഞാൻ ശ്രീജിത്ത് ഏട്ടനായിട്ട് പരിചയമുണ്ട്. ആദ്യം മെസ്സേജ് അയക്കുന്നു, അതിനുശേഷം നിങ്ങൾ പിന്നെ സുഹൃത്തുക്കളാവുന്നു. എനിക്കൊന്ന് പ്രമോദിന്റെ അളിയന്റെ സുഹൃത്തു കൂടിയാണ് ശ്രീജിത്ത്. അതെ അതെ. തുടർന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ബന്ധപ്പെടാറുണ്ട്, സംസാരിക്കാറുണ്ട്, അടുത്ത സുഹൃത്തായി മാറുന്നു. അടുത്ത സുഹൃത്തായി മാറുന്നു. അയാൾ എന്നോട്, അതായത് ഇപ്പം ഇതിനകത്തുണ്ടാകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ പരിചയപ്പെടുന്നതിനിടയ്ക്ക് അയാളുടെ ചില പ്രയാസങ്ങൾ അയാൾ എന്നോട് പറയാൻ സന്നദ്ധമാകുന്നു. ഞാനത് മനസ്സിലാക്കുന്നു. അതെല്ലാം ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ശ്രീജിത്തിന്റെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സുഹൃത്ത് തന്നെയായിരുന്നു, ആത്മാർത്ഥ സുഹൃത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അയാൾക്ക് കുറേ വിഷമങ്ങളുണ്ട്. അപ്പോൾ ആ വിഷമങ്ങൾ അയാൾ ചില സമയത്തൊക്കെ എന്നോട് പറയുമ്പോൾ, ശ്രീജിത്തേട്ട അതൊക്കെ നമുക്ക് ശരിയാക്കാം, നിങ്ങൾ വിഷമിക്കാതിരിക്കൂ എന്ന് പറയുന്ന, സമാധാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്താണ്. അതായത് അങ്ങനെ ഒരു മനുഷ്യനാണ് അയാൾ. ശരി, അതിൽ ഒരു വിഷയമായിരുന്നു ശ്രീജിത്തിൻ്റെ ഭാര്യ മംഗലാപുരത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ കുട്ടികളും
കുടുംബവും ഒക്കെ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നാട്ടിലേക്ക് ഏതെങ്കിലും ജോലിയോ തൊഴിലോ ഒക്കെ കിട്ടിയാൽ സൗകര്യമായി എന്ന വിവരവും താങ്കളെ അറിയിച്ചിട്ടുണ്ട്. അറിയിച്ചു. അത് സ്ഥലം മാറ്റമല്ല, പുതിയ ജോലി സംബന്ധമായ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ സഹായിക്കണം എന്നാണോ പറഞ്ഞത്? അതായത് ശ്രീജിത്തേട്ടൻ്റെ ഭാര്യ ഈ ഹോമിയോ ഇതായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അതെ. ആ ഹോമിയോ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീജിത്തേട്ടൻ്റെ ഭാര്യ ഇതിൻ്റെ PSCയുടെ റാങ്ക് ലിസ്റ്റിലുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, പ്രമോദേട്ട എന്താണ് ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ പാർട്ടി ബ്രാഞ്ചിൻ്റെ കത്ത് വാങ്ങി, ലോക്കൽ കമ്മിറ്റിയുടെ കത്ത് വാങ്ങി, ഈ കത്ത് വാങ്ങി ജില്ലാ കമ്മിറ്റിയിൽ എത്തിക്കണം. അപ്പോൾ ഒരു പാർട്ടി സഖാവ് എന്നുള്ള നിലയ്ക്ക്, ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയ്ക്ക് കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ സഹായിക്കുമല്ലോ, നമുക്ക് നോക്കാം, നിങ്ങൾ കത്തൊക്കെ വാങ്ങിക്കൊടുക്കൂ എന്ന് പറയും. അത് ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ഒരു നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഓരോരോ ആവശ്യങ്ങളായിട്ട് വരും. ഇതിൻ്റെ പ്രോസസ്സിങ് എന്താണ്? ഈ കൃത്യമായിട്ട് പാർട്ടി ത്രൂ അവരുടെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് ഇതിൻ്റെ കത്തെത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ PSC നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വാധീനം നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ, വിവിധ ഘടകങ്ങളിലുള്ള അംഗങ്ങൾക്ക് അതാത് ഘടകങ്ങളിലെ കത്ത് ജില്ലാ കമ്മിറ്റിക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്തു വരൂ എന്നാണ് താങ്കൾ ശ്രീജിത്തിനോട് പറഞ്ഞത്. അതെ, അതിനനുസരിച്ച് ശ്രീജേട്ട ആ കത്ത് വാങ്ങിച്ചു കൊടുക്കുക, എന്നോട് വിളിച്ച് പറയും ചെയ്തു, ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരി, എന്നാ പിന്നെ ഒരു വ്യക്തത വരുത്തിക്കോട്ടെ പ്രമോദ്, അത് PSC അംഗത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമനമായിരുന്നില്ല. താങ്കളോട് സംസാരിക്കുമ്പോൾ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ശ്രീജിത്തിന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടുന്നതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അത് പാർട്ടിയിലെ ഒരു രീതി അനുസരിച്ച് കത്ത് വാങ്ങി കൊടുക്കാൻ മാത്രമേ താങ്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നീട് എന്താണ് സംഭവിച്ചത് ആ വിഷയത്തിൽ? പിന്നീട് ശ്രീജിത്തേട്ടൻ ഇങ്ങനെ നിരന്തരം എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനും കുറച്ച് തിരക്കിലായിരിക്കും. അപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. എൻ്റെ ഈ ശ്രീജിത്തേട്ടനും ഞാനും നടത്തിയിട്ടുള്ള സംസാരത്തിൻ്റെയൊക്കെ വാട്സപ്പുകൾ കുറേ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. അയാളയച്ച വോയിസ് ഒന്നും എനിക്ക് തിരക്കിനിടയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പോഴും ഈ വാട്സപ്പ് ഞാൻ നിങ്ങളെപ്പോഴെങ്കിലും സ്വന്തമായിട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ റിപ്പോർട്ടർക്ക് ഞാനത് കാണിച്ചു കൊടുക്കും. പലപ്പോഴും ശ്രീജിത്തേട്ടൻ അയക്കുന്ന മെസ്സേജ് പോലും എനിക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ ശ്രീജിത്തേട്ടൻ എന്നെ വിളിച്ച് പറയും, നിങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്യാണ്, നിങ്ങൾ തീരെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ ശ്രീജിത്തേട്ടൻ പറയും. മെമ്പർ ശ്രീജിത്തേട്ടൻ നിങ്ങൾ വിഷമിക്കേണ്ട. അങ്ങനെ ഈ ശ്രീജിത്തേട്ടൻ എന്ന് പറയുന്ന അവരുടെ ഒരു സ്വകാര്യ ജീവിതത്തിലേക്ക് നമ്മളിങ്ങനെ പരസ്യമായിട്ട് കടന്നു പോകാൻ പാടില്ലല്ലോ. അപ്പം അത് അവരുടെ ഒരു കുടുംബത്തിനകത്തുണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അത് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു അച്ഛന് അവരുടെ മക്കളോടൊപ്പം ഒരുമിച്ച് ജീവിക്കാനും ഒരു കുടുംബമായി ജീവിക്കാനുള്ള അവരുടെ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശ്രീജിത്തേട്ടൻ എനിക്ക് വളരെ വിഷമത്തോടു കൂടി വളരെ പ്രയാസകരമായിട്ട് അയച്ചിട്ടുള്ള വോയിസ് ഒക്കെ എൻ്റെ അടുത്ത്, അതെൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് നമുക്ക് ഈ ചാനലിനകത്ത് പറയുമ്പോൾ അവരുടെ കുട്ടികൾക്കും അവരുടെ കുടുംബത്തിനൊക്കെ ഉണ്ടാകുന്ന പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതെന്ത് ചെയ്യാത്തത്, പബ്ലിഷ് ചെയ്യാൻ മടിക്കുന്നത്. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആ സ്വകാര്യതയിലേക്ക് നമുക്ക് കടക്കണ്ട, അത് നമ്മുടെ വിഷയവുമല്ലല്ലോ പ്രമോദ്. അപ്പൊ പ്രമോദ് ആവശ്യപ്പെട്ടത് കത്ത് തരാൻ മാത്രമാണ്. പ്രമോദ് പണം ആവശ്യപ്പെട്ടിട്ടില്ല ശ്രീജിത്തിനോട്. ഇതിൽ പണം ചെലവാകും എന്ന കാര്യവും പ്രമോദ് ശ്രീജിത്തിനോട് പറഞ്ഞിട്ടില്ല. അതായത് അരുണേട്ട, ഈ ശ്രീജിത്തേട്ടനുമായിട്ട് ഈ സമയം വരെ ഒരു സാമ്പത്തിക ഇടപാടിനെ കുറിച്ചും ഞാൻ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരാളോട് സാമ്പത്തിക ഇടപാട് അല്ലെങ്കിൽ അരുണേട്ട അങ്ങനെ ഒരു വ്യക്തിബന്ധമുള്ള ഒരാളോട് ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ കിട്ടുമെന്ന് പറയുന്ന ഒരു തരത്തിലുള്ള സംസാരവും ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട തൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടുമോ എന്നൊരു അന്വേഷണം താങ്കളോട് നടത്തിയപ്പോൾ ഒരു പാർട്ടി കേഡർ എന്ന നിലയിൽ താങ്കൾ അതിൻ്റെ പാർട്ടി വഴിയാണ് വരേണ്ടത്, ആ രീതി വഴി വേണം വരാൻ, ആ കത്തുമായി എത്തുക എന്നതാണ് പറഞ്ഞത്. പിന്നീട് ആ കത്ത് കൊടുക്കുകയോ കത്ത് വാങ്ങുകയോ ചെയ്തതായിട്ട് താങ്കളുടെ ശ്രദ്ധയിലുണ്ടോ? പിന്നീട് ഈ വിഷയത്തിൽ പ്രമോദ് ഇടപെട്ടിരുന്നോ? അതായത് പിന്നീട് ഞാൻ ഒരു ദിവസം തിരുവനന്തപുരത്ത് നമ്മുടെ യൂണിയൻ്റെ കമ്മിറ്റി പോകുമ്പോൾ ശ്രീത്തേട്ടനോട് ചോദിച്ചാൽ എവിടെയുള്ളത്? ഞാൻ പറഞ്ഞു അങ്ങനെ നാളെ കമ്മിറ്റിക്ക് പോകും. പ്രമോദേട്ട നിങ്ങളൊന്ന് അന്വേഷിക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീത്തേട്ട അതിങ്ങനെ അന്വേഷിച്ചിട്ട് ചെയ്യേണ്ട കാര്യമല്ല, അതിങ്ങനെ ഇതിനൊരു ഒരു 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 പ്രൊസീജിയർ ഉണ്ട്, ആ സമയമാകുമ്പോൾ നിങ്ങൾക്കറിയാം. അതല്ല പ്രമോദേട്ട, അതായത് അപ്പോഴേക്കും ഇവരുടെ ഒരു ഫാമിലിയുടെ അവസ്ഥ കുറച്ചും കൂടി സങ്കീർണമായിരുന്നു. കാരണം അതൊരു വേറെ റൂട്ടിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സമാധാനിക്കും. അപ്പോൾ ഇയാൾ എന്നെ വിളിക്കും, ട്രെയിനിന് പോകുമ്പോൾ വിളിക്കും, അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു,
ഈ പറഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിനടുത്ത് പോയി ഈ ശ്രീജിത്തേട്ടനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവിടെ ചോദിച്ചു. അപ്പോൾ അവിടുത്തെ അയാൾ എന്നോട് പറഞ്ഞു, ഇത് PSC റാങ്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഇവിടേക്ക് അതിനകത്ത് റോളില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞു. അപ്പോൾ അതായത് ശ്രീജിത്തിന് വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ പോയി ആ വിവരം തിരക്കുക കൂടി ചെയ്തു. പക്ഷെ അവിടെ വന്നിട്ട് പ്രയോജനമില്ലെന്ന് പറഞ്ഞു. താങ്കൾ പിന്നീട് എന്താ ചെയ്തത്? അതായത് അത് പിന്നെ ഞാൻ തിരുത്തി പോന്നു. അപ്പം തിരിച്ചു തോന്നതിൻ്റെ അടുത്ത ദിവസം ശ്രീജിത്തേട്ടൻ വളരെ വൈകാരികമായിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. വളരെ വിഷമത്തോട് കൂടിയിട്ട് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിൻ്റെ കുറച്ച് ഭാഗം അപ്പോൾ കൂടി കഴിയുമ്പോൾ ഇതിനകത്ത് എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഈ നമ്മുടെ സമൂഹത്തിന് മനസ്സിലാവും. എനിക്ക് എൻ്റെ മക്കളുടെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്, ഇനി എനിക്കതിന് പറ്റില്ലല്ലോ എന്നുള്ള പ്രയാസം കൊണ്ട് പറഞ്ഞതാണ് എന്നാണ്. അതായത് അതിൻ്റെ മുന്നിൽ എന്തുണ്ട്, ഈ മെസ്സേജിൻ്റെ മുകളിൽ ഒരു വോയിസ് റെക്കോർഡുണ്ട്. ആ വോയിസ് റെക്കോർഡ് തീർത്തും ശ്രീജിത്തേട്ടൻ്റെ കുടുംബത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള വിഷമങ്ങൾ പറയുന്നതാണ്. അതിൻ്റെ തൊട്ട താഴെ ഞാൻ എൻ്റെ ഒരു വോയിസും കൂടി അയച്ചിട്ടുണ്ട്. ആ വോയിസ് അയച്ചത് അയാളെ സമാധാനിപ്പിക്കുന്നതാണ്, കാര്യങ്ങൾ പറഞ്ഞിട്ട്. അതിൻ്റെ തൊട്ട താഴെ ഈ അങ്ങനെ പറഞ്ഞത് എന്തിനാണ്, നിങ്ങൾ എന്തിനു വിഷമിക്കുന്നു എന്ന് ചോദിച്ചതിന് ശ്രീജിത്തേട്ടൻ, എനിക്ക് എൻ്റെ മക്കളുടെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്, എനിക്ക് അത് പറ്റില്ലല്ലോ, പ്രയാസമായല്ലോ എന്ന് ഒരു രക്ഷിതാവ്, എൻ്റെ സുഹൃത്തിൻ്റെ വിഷമം അയാൾ എഴുതി എൻ്റെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. എൻ്റെ വാട്സപ്പിൽ ഇപ്പോഴും അതുണ്ട്. ഓക്കെ. അതിനുശേഷം പിന്നീട് പ്രമോദ് വീണ്ടും ഇടപെട്ടോ? ഈ വിഷയം മറ്റേതെങ്കിലും നേതാക്കളോടോ സുഹൃത്തുക്കളോടോ പാർട്ടി പ്രവർത്തകരോടോ ആവശ്യപ്പെട്ടോ ശ്രീജിത്തിന് വേണ്ടി? അല്ല, അതെന്താ സംഭവിച്ചാൽ അങ്ങനെ ഒരു ആവശ്യപ്പെടാൻ പറ്റുന്ന ഒരു ആൾക്കാരുമായിട്ടുള്ള ഒരു ബന്ധം എനിക്കില്ല. ഞാൻ ഏതെങ്കിലും ഒരു നേതാവിനോടോ അല്ലെങ്കിൽ ഒരു പാർട്ടി സംവിധാനത്തിനോടോ ഈ അനധികൃതമായിട്ടോ അല്ലെങ്കിൽ ശരിയല്ലാത്തൊരു കാര്യത്തിനോ ഇന്നേ വരെ ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ട് എന്ന് ഞാൻ പോയി പറയില്ല. കാരണം അതിന് അതിൻ്റെതായ റൂട്ടുണ്ട്. കാരണം എനിക്ക് വേറെ കുറെ ഒട്ടേറെ ചുമതലകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ. അതായത് ഈ വിഷയത്തിൽ താങ്കൾ ശ്രീജിത്തിന് വേണ്ടി നടത്തിയ എഫേർട്ട് അല്ലെങ്കിൽ ശ്രമങ്ങൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയായിരുന്നോ പ്രമോദ്? അതിന് ശേഷം പിന്നീട് ശ്രീജിത്തേട്ടൻ പിന്നെ എന്നോട് പിന്നെ ഇലക്ഷനായി. പിന്നെ ഞാൻ ശ്രീജിത്തേട്ടനെ സംസാരിക്കുന്നത്, പിന്നെ ശ്രീജിത്തേട്ടൻ അതിൻ്റെ ശേഷം എനിക്ക് ഫെബ്രുവരി മാസം എനിക്കൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് അവരുടെ ഒരു ഡീറ്റെയിൽ വെച്ച്, അത് വളരെ കൃത്യമായിട്ടുള്ളൊരു ഇതാണ്, പക്ഷെ ഞാനത് വായിച്ചില്ല. അപ്പോൾ കാണണമെന്ന് പറയുന്നുണ്ട്, വരാനായാൽ പറയണമെന്ന് പറഞ്ഞിട്ടു. ഞാൻ ഇതുവരെ അയാളോട് വരാനും പറഞ്ഞില്ല, അയാൾ പിന്നെ എന്നെ കാണാനും വന്നില്ല. ആ ശ്രമം ശ്രീജിത്ത് തുടർന്നുകൊണ്ടിരുന്നു. ശ്രീജിത്ത് പ്രമോദ് വഴി അത് സാധിച്ചു കിട്ടുമെന്ന് വിശ്വസിച്ചു. പക്ഷെ പ്രമോദിന് അത് ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ല. സ്വാഭാവികമായും ശ്രീജിത്ത് മറ്റു വഴികളിലൂടെയും അത് ശ്രമിച്ചിട്ടുണ്ടാകുമല്ലോ, അല്ലേ? പക്ഷെ അത് ശ്രീജിത്തേട്ട എന്നോട് എന്ത് പറയുന്നില്ല. എന്നോട് ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രീജിത്തേട്ട എന്നോട് പറഞ്ഞില്ല. ശ്രീജിത്തേട്ട ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ജോലി. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ലല്ലോ, ഒരു പോരായ്മയില്ലല്ലോ, പിന്നെ അങ്ങനെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ ഭാര്യ. അവരുടെ ഭാര്യയുമായിട്ട് ഇവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രീജിത്തേട്ട എന്നോട് സംസാരിക്കാൻ പറയുന്നുണ്ട്. ഞാൻ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കഴിവുള്ള ആളാണ്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല. ഇപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടും, അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ട. ഞാൻ ഒരു വ്യക്തത കൂടി വരുത്തിക്കോട്ടെ പ്രമോദ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് PSC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, PSC അംഗത്വത്തിനെ കുറിച്ചല്ല, അല്ലേ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണോ? 100% PSC അംഗവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വാർത്തയാണ് എൻ്റെ പേരിൽ വന്നത്. PSC അംഗമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള അത്ര വലിയൊരു നേതാവല്ല ഞാൻ. അത്രയും വലിയ നേതാക്കന്മാരുമായിട്ട് എനിക്ക് എന്തില്ല, നേതാക്കന്മാരും മിനിസ്റ്റർമാരുമായിട്ടൊന്നും എനിക്ക് ബന്ധമില്ല. ഞാൻ ചെറുപ്പം മുതൽ സംഘടനാ പ്രവർത്തനം നടത്തിയ ആളുകളൊക്കെ ചിലപ്പോൾ മന്ത്രിമാരും അതിനേക്കാളൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ അവരെപ്പോഴും എൻ്റെ സഖാക്കളും സുഹൃത്തുക്കളുമാണ്. അവരെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, മന്ത്രി എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനമായിട്ട് അവരുടെ അധികാര പരിധി ഉപയോഗിച്ച്. PSC നിയമനത്തിന് വേണ്ടി ശ്രീജിത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ശ്രീജിത്ത് താങ്കളുമായി നിരന്തരം ആവശ്യപ്പെടുന്നു, താങ്കൾ കത്ത് വാങ്ങിച്ചു വരാൻ ആവശ്യപ്പെടുന്നു, ശ്രീജിത്തിനെ ബോധ്യപ്പെടുത്താൻ ആരോഗ്യവകുപ്പിൽ പോയി അന്വേഷിക്കുന്നു. അതിനുശേഷം താങ്കൾ ഇവരെ ആശ്വസിപ്പിക്കുന്നതല്ലാതെ മറ്റൊന്നും താങ്കൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലേ? എനിക്ക് കഴിയാൻ പറ്റില്ല. പക്ഷെ അതേസമയം തന്നെ ശ്രീജിത്ത് സമാന്തരമായി മറ്റു ചിലരിലൂടെയും ഈ ശ്രമം നടത്തിയിട്ടുണ്ടാവാം.
ഈ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അത് ശ്രീജിത്തേട്ടൻ എന്നോട് പറയണം. ശ്രീജിത്തേട്ടൻ എന്നോട് പറയുമ്പോഴാണ് ശ്രീജിത്തേട്ടൻ്റെ അടുത്ത് വ്യക്തതയോടുകൂടി എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നത്. അതായത് ഞാൻ സംസാരിച്ചതിൻ്റെയും ശ്രീജിത്തേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചതിൻ്റെയും വാട്സപ്പ് കോളിൻ്റെയും മെസ്സേജിൻ്റെയും ഒക്കെ എല്ലാ രേഖകളും നമുക്ക് ശ്രീജിത്ത് ആർക്കെങ്കിലും പണം കൊടുത്തുവെന്നോ ശ്രീജിത്തിന്റെ കയ്യിൽ നിന്ന് പണം ആരെങ്കിലും ആവശ്യപ്പെട്ടുവെന്നോ പ്രമോദിനോട് ശ്രീജിത്ത് ഏതെങ്കിലും ഒരു മെസ്സേജിലൂടെ താങ്കളെ അറിയിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ താങ്കളുടെ അറിവിൽ വന്നിട്ടുണ്ടോ? അതായത് 100% ശ്രീജിത്തേട്ടൻ എന്നോട് എന്ത് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഞാനൊരു പണം കൊടുത്തു അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഇവർ ഇങ്ങനെ ഒരു അതായത് നേരത്തെയും ഈ പറഞ്ഞ സാധനത്തിന് മേലെ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ യോഗ്യതയുള്ളവരാണ്, നിങ്ങൾ ആ യോഗ്യതയുള്ള കാര്യത്തിനകത്ത് ആ യോഗ്യതയാണ് മാനദണ്ഡമാക്കേണ്ടത്, അത് തന്നെയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടതെന്നാണ് ഈ പറഞ്ഞ ആൾക്കാരോട് പറയുന്നത്. അല്ല, അത് ശരി. പക്ഷേ ഈ 22 ലക്ഷം രൂപയുടെ കോഴ വിവാദം ഉയർന്നു വരുമ്പോൾ പ്രമോദ് എന്താണ് ധരിച്ചത്? എന്തായാലും പ്രമോദ് പണം ആവശ്യപ്പെട്ടിട്ടില്ല. പ്രമോദിന്റെ പേരിൽ മറ്റാരെങ്കിലും ഈ പണം വാങ്ങാനുള്ള സാധ്യത പ്രമോദ് കാണുന്നുണ്ടോ? അതായത് ഈ ഒരു ദിവസം രാവിലെയാണ് എൻ്റെ പടം വെച്ചിട്ടുള്ള വാർത്ത ഈ TV-ക്കകത്ത് ഞാൻ കാണുന്നത്. എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, ഞാൻ ഇത്രയും വലിയ നേതാവായോ ഞാൻ എന്നാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ വീട്ടിലെ ആൾക്കാരോടോ ഇത്രയും PSC കോഴയൊക്കെ കൊടുക്കാൻ മാത്രം. അതായത് ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ കോട്ടൂളിയിലെ ഒരു സാംസ്കാരിക കേന്ദ്രവും കോട്ടൂളിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കാനും അവിടെ പ്രവർത്തിക്കാനുമാണ് എനിക്കിഷ്ടം. പിന്നെ സംഘടന മേലേക്ക് ഉത്തരവാദിത്വം തന്നതിനെ കൊണ്ട് ഒരു ഏരിയ കമ്മിറ്റിയുടെ അണ്ടറിനകത്ത് പ്രവർത്തിക്കുന്നു. CITUവിൻ്റെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടേതായതുകൊണ്ട് അതിൻ്റെ ജില്ലയുടെ പ്രവർത്തനം എന്നുള്ളത് എനിക്ക് പോകാൻ പറ്റുന്നു. അതിനനുസരിച്ചിട്ടാണ് എൻ്റെ പ്രവർത്തനം. അതിന് മുകളിലോട്ടുള്ള യാതൊരുവിധ കാരണവുമില്ല. പിന്നെ യൂണിയൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടാവും. ആ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടെങ്കിൽ തന്നെ രാവിലെ കഴിഞ്ഞാൽ ഞാൻ പരമാവധി ഉച്ചക്കത്തെ 22 ലക്ഷം രൂപ വാങ്ങി ഇടപാട് നടത്താൻ പറ്റിയ ഒരു ഭാരവാഹിയല്ല താങ്കൾ എന്നതാണ് താങ്കൾ വിശദീകരിക്കുന്നത്. പക്ഷേ ഈ വിഷയം മറ്റേതെങ്കിലും നേതാക്കളോട് പറയുകയോ അതുവഴി ശ്രീജിത്ത് ജോലി നേടാൻ ഒരു ശ്രമം നടത്തുകയോ ചെയ്തതായി താങ്കൾക്കറിയാമല്ലോ. താങ്കളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും, താങ്കൾ ഇതിൻ്റെ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടാകും. താങ്കൾക്കെതിരെ പരാതി പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ലോക്കൽ കമ്മിറ്റിയിലൊരു അംഗമാണ്, റിജുല എന്നോ മറ്റോ പേരാണ് സഖാവിനെ താങ്കൾക്കും അറിയാം. ഞാൻ ഇനി ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ, താങ്കൾക്കെതിരെ താങ്കൾ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പോലെ ഒട്ടേറെ ശത്രുക്കൾ താങ്കൾക്കുണ്ട് എന്ന് താങ്കൾ പറയുന്നുണ്ട്. അത് ഞങ്ങളോടും താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു. അതാരാണ് ആ ശത്രുക്കൾ എന്നതിൻ്റെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി കൂടിയാണ്. താങ്കൾ പണം വാങ്ങിയിട്ടില്ലെങ്കിൽ ഇങ്ങനൊരു വാർത്ത പ്ലാൻ ചെയ്യുകയും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്തത് ആരാണ് എന്നൊരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ ന്യായമായ സംശയം, താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ശ്രീജിത്ത് ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ഒരു ഇടപാടിന് ശ്രമിച്ചിട്ടുണ്ടാവാം എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ തുടങ്ങിയിട്ടുള്ള ഈ പറഞ്ഞ കാര്യത്തിനകത്ത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരാനുണ്ട്. അതായത് എൻ്റെ നാട്ടിൽ കോട്ടൂളിയിൽ യുവതാര കോട്ടൂളി എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടന ഉണ്ടാക്കിയിട്ട് അതിപ്പോൾ 26-27 വർഷമായി. ഈ 26 വർഷവും അത് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അതിന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനമുണ്ട്, ആംബുലൻസ് ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടിൽ കോട്ടൂളി ഫെസ്റ്റ് നടത്തുന്നുണ്ട്. ആ കോട്ടൂളി ഫെസ്റ്റൊക്കെ നടത്തുന്നതും സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോഴും അതിനനുസരിച്ച് അതിനെ തടസ്സപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ചില താല്പര്യങ്ങൾ അതിൻ്റെ പിറകിലുണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ നാട്ടിനകത്ത് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കോട്ടൂളി ഫെസ്റ്റ് ഉൾപ്പെടെ നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി. ആ നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് തടസ്സമുള്ളത് കൊണ്ടാണ്. അംഗം എന്നുള്ള എനിക്ക് അതെ, അതായത് താങ്കൾ യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, കോട്ടുളി ഫെസ്റ്റ് തുടങ്ങിയ പരിപാടികളിലൂടെ ജനകീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ താല്പര്യമില്ലാത്ത ഒരു വിഭാഗം താങ്കളുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ലോക്കൽ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി വരെ അങ്ങനെ ചില നേതാക്കൾ ഉണ്ടായിരുന്നു. അത് ലോക്കൽ കമ്മിറ്റിയിലുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് സാംസ്കാരിക പ്രവർത്തനം നടത്തണം, അതായത് ജനങ്ങളുമായിട്ട് ശക്തമായിട്ട് ബന്ധപ്പെടണമെന്നാണ്. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് ഇലക്ഷൻ്റെ മുമ്പേ പാർട്ടിയുടെ സംഘടനാ രേഖയ്ക്കകത്ത് വായനശാല ക്ലബ്ബുകൾ ഉൾപ്പെടെ സജീവമാക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകയാക്കി എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അപ്പോൾ ഈ കോട്ടൂളി ഫെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ അതിന് താങ്കളെ എതിർത്തു വന്നവർ ഈ ലോക്കൽ കമ്മിറ്റിയിൽപ്പെട്ട ഈ റിജുല അടക്കമുള്ള സഖാക്കളാണോ? അതെ. അപ്പോൾ കോട്ടൂളി ഫെസ്റ്റിലൂടെ സമാന്തര ജനകീയ പ്രവർത്തനം നടത്തുന്ന പറഞ്ഞോളൂ. അതെ,
അതായത് ഈ റജുല എന്ന് പറയുന്നത് എൻ്റെ സ്നേഹിതൻ്റെ ഭാര്യയാണ്. അവരുടെ തുടക്കം മുതൽ അവരുടെ ഒരു ലവ് മാരേജ് ആണ്. ആ ലവ് മാരേജിന് സംസാരിക്കാൻ വേണ്ടി പോയതാണ്. ഈ ഷിജിത് കൃഷ്ണൻ എന്ന് പറയുന്ന റജുലയുടെ ഭർത്താവും ഞാനും തമ്മിൽ നല്ല സൗഹൃദ ബന്ധമാണ്. ആ സൗഹൃദ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം പോയത്. ഞങ്ങളുടെ ഈ യുവതാരക്കകത്ത് തന്നെ ഉള്ള ആൾക്കാരാണ് ഇവര്. പിന്നീട് കഴിഞ്ഞ കോവിഡ് കാലത്ത് അവരുടെ വീട്ടിൽ എല്ലാവർക്കും അതായത് ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ മനുഷ്യന്റെ സ്വഭാവം മാറുന്നതിന്. ഈ കോവിഡ് കാലത്ത് ചിക്കൻ ബോക്സ് ഉണ്ടായ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നാണ് അത്രയും ദിവസം അവരുടെ എല്ലാ ആൾക്കാരും വിട്ടുപോയപ്പോഴും എൻ്റെ വീട്ടിൽ നിന്നാണ് എൻ്റെ ഭാര്യ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും ഭക്ഷണം കൊണ്ട് ചെന്നെത്തിച്ചത്. അതായത് അത്രയും കാലം എൻ്റെ വീട്ടിനകത്ത്. അത് മാത്രമല്ല, ഈ ഞങ്ങളുടെ വീട്ടിലും എല്ലാവരുമായിട്ട് അത്ര സൗഹൃദത്തിൽ നിൽക്കുന്നതാണ്. പിന്നെ മനുഷ്യന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു അധികാരത്തിലേക്ക് നമ്മൾ വന്നാൽ ആ അധികാരത്തിന്റെ ഭാഗമായിട്ട് മാനുഷിക ബന്ധങ്ങൾക്ക് വിലയില്ലാതാവും. ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറായ ഞാനൊരു നേതാവായി, അല്ലെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റി മെമ്പറായ ഞാനൊരു നേതാവായി. ഇനി എനിക്ക് താഴേക്കുള്ള ആൾക്കാരൊന്നും ആവശ്യമില്ല. ഇനി ഇതിന്റെ മുകളിലോട്ട് പോകാനുള്ള ആൾക്കാരാണ് ആവശ്യം. അപ്പൊ താഴെയുള്ള ആൾക്കാർ ചവിട്ടണം, തടസ്സമായി നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, ഇല്ലാതാക്കണം. എന്നാലേ എനിക്ക് എന്തുള്ളൂ അവിടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനൊരു സംശയം കൂടി ചോദിക്കട്ടെ പ്രമോദ്. നിങ്ങൾ റിയാസുമായുള്ള ബന്ധം വളരെ അടുത്ത ബന്ധമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഹമ്മദ് റിയാസ് മന്ത്രിയാകുന്നതിന് മുൻപ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരിക്കുന്ന ഘട്ടത്തിലടക്കം താങ്കളും റിയാസും ഒരുമിച്ച് 125 ദിവസത്തോളം ജയിലിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോവിഡ് കാലത്ത് ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കൾ പോലും പങ്കെടുക്കാത്ത കല്യാണത്തിൽ താങ്കൾ പങ്കെടുത്തിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അത്രയും അടുത്ത ആത്മബന്ധം സൂക്ഷിക്കുന്ന റിയാസുമായി താങ്കൾ ഇപ്പോൾ അടുത്ത ബന്ധത്തിലാണോ? അതായത് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരാൾ എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള, എൻ്റെ സഹോദര തുല്യമായിട്ടുള്ള ഒരാളാണ്. സഹോദര തുല്യം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾക്കകത്ത് സംഘടനാപരമായിട്ട് ചില കാര്യങ്ങൾ, ചില സമരങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആക്കിയാൽ മതി എന്ന് പറയുന്ന എൻ്റെ വീട്ടിലും എൻ്റെ അമ്മയും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്. ഇപ്പോൾ എല്ലാ ചാനലിനകത്തും പറയുന്നത് മുഹമ്മദ് റിയാസും പ്രമോദും തമ്മിൽ അകന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ മന്ത്രിയായിട്ട് തിരുവനന്തപുരത്ത് സജീവമായി നിൽക്കുന്നു, ഒരാൾ കോട്ടൂളിയിൽ ഇപ്പോൾ ഏരിയ കമ്മിറ്റി അംഗമായി നിൽക്കുന്നു. മാനുഷികമായിട്ടുള്ള മനുഷ്യർ തമ്മിലുള്ള അകലം, അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള അടുപ്പം എത്ര അകന്നാലും അങ്ങനെ വിട്ടുപോകേണ്ടതല്ലോ. പക്ഷേ ഈ വിഷയങ്ങളിൽ മുഹമ്മദ് റിയാസ് താങ്കൾക്ക് അനുകൂലമായി പ്രതികരിക്കുകയോ താങ്കളെ ആശ്വസിപ്പിക്കുകയോ ചെയ്തിരുന്നു എപ്പോഴെങ്കിലും? താങ്കൾ റിയാസിന് മെസ്സേജ് അയച്ചിട്ട് ആ മെസ്സേജിനോട് പ്രതികരിച്ചിട്ടുണ്ടോ മുഹമ്മദ് റിയാസ്? മെസ്സേജ് അയച്ചിട്ട് എന്നോട് മെസ്സേജ് വഴി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ഫറോക്കിലെ നമ്മുടെ ഒരു ലോക്കൽ സെക്രട്ടറിയുടെ മകൻ്റെ കല്യാണത്തിന് ഞാൻ പോയ സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞു ശ്രദ്ധിക്കണം, അപ്പോൾ അത് നോക്കി പോണം എട്ര മോനെ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞാനൊരു സംശയം കൂടി ചോദിച്ചോട്ടെ പ്രമോദ്. ജില്ലാ കമ്മിറ്റിയിൽ വിഭാഗീയതയുള്ളതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കാരണം താങ്കൾ ആ വിഭാഗീയതയുടെ ഇരയാണ് എന്ന തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങളുണ്ട്. തുറന്നു തന്നെ ചോദിക്കുന്നു. കാരണം താങ്കൾ ഇതിൽ പെട്ടുപോകാൻ പാടില്ലല്ലോ. ചില നേതാക്കൾക്ക് വേണ്ടി താങ്കൾ ഇരയാക്കപ്പെടാൻ പാടില്ലാത്തത് കൊണ്ടുള്ള ചോദ്യമാണ്. അതായത് ഇപ്പം വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഈ നഗരത്തിനകത്ത് നഗരത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെക്കാൾ കൂടുതൽ, അതായത് ഇപ്പം എൻ്റെ ഏരിയ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നഗരം ഏരിയ കമ്മിറ്റി, ടൗൺ ഏരിയ കമ്മിറ്റിയാണ്. ആ ഏരിയ കമ്മിറ്റിയിൽ ഇത്ര വർഷം സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളില്ല. കാരണം സംഘടനാപരമായിട്ട് ചെറുപ്പം മുതൽ കൂത്തുപറമ്പ് സഖാക്കളെ വെടിവെച്ച് കൊല്ലുന്ന ആ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം, വെടിയേറ്റ ദിവസമുണ്ടല്ലോ, അന്നു മുതൽ അതിൻ്റെ പ്രകടനങ്ങൾ തുടങ്ങിയതാണ് ഞാൻ. അവിടെ നിന്ന് ഡിവൈഎഫ്ഐയുടെ നിരവധിയായ സമരങ്ങൾക്കകത്ത് ലാത്തിച്ചാർജ് ഏറ്റ് അടിയേറ്റിട്ട് ഏതോ ഒരു പത്രക്കാരൻ എന്നെ ചോരയൊലിച്ചു കൊണ്ടുവന്ന ചിത്രത്തിൻ്റെ അടിയിൽ പ്രമോദ് കോട്ടൂളി എന്ന് എഴുതിയതാണ്. അങ്ങനെയാണ് ഞാൻ പ്രമോദ് കോട്ടൂളി ആവുന്നത്. വിഭാഗീയത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരാളെയും വിഭാഗമായിട്ട് കാണാറില്ല. എൻ്റെ മുന്നിൽ വരുന്ന മനുഷ്യരോട് അതേ രീതിയിലാണ് സംസാരിക്കുന്നത്. ഞാൻ എങ്ങനെയാണോ ഒരു കാര്യം കാണുന്നത് പ്രമോദ് കാണുന്ന രീതിയിലല്ല ഞാൻ ചോദിച്ചത്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ വലിയ ശക്തമായ രീതിയിലുള്ള വിഭാഗീയത, 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണല്ലോ ആ നാട്ടിൽ. താങ്കൾക്കറിയാം നിഖിലിനെ, താങ്കൾക്കറിയാം അമറിനെ, അവരുടെ ബന്ധങ്ങളെ. ഞാൻ അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് ഒന്നും പോകുന്നില്ല. എനിക്കറിയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. താങ്കൾ ആ വിഭാഗീയതയുടെ ഇരയാണെന്ന് കരുതുന്നുണ്ടോ പ്രമോദ്? ഇന്നിപ്പോൾ ഈ എന്നെ പുറത്താക്കിയല്ലോ. എന്നാൽ കഴിഞ്ഞ ദിവസം വരെ ഞാൻ പാർട്ടിയുടെ ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ കയ്യിൽ എൻ്റെ പേരിൽ നടപടി എടുത്തപ്പം എനിക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നത് പ്രമോദിനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, ഇല്ലാതാക്കണം എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള
ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റിനകത്തേക്ക് പ്രമോദിനെ കൊണ്ടുപോയി ചെന്ന് എത്തിക്കണമെന്നുള്ള കൃത്യതയോട് കൂടിയിട്ടുള്ള വർക്ക് ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പങ്കെടുക്കേണ്ട ടൗൺ ഏരിയ കമ്മിറ്റി യോഗം, ഈ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ടൗൺ ഏരിയ കമ്മിറ്റി യോഗം, ആ ഏരിയ കമ്മിറ്റി യോഗം പോലും എന്നെ അറിയിച്ചില്ല. ശരി, കാരണം 50-ാം തീയതി രാവിലെയാണ് ജില്ലാ കമ്മിറ്റി യോഗം ഉണ്ടാകുന്നത്. ഇതൊരു വിഭാഗീയതയുടെ തുടർച്ചയായിട്ടാണ് താങ്കളെ ഒഴിവാക്കിയത് എന്ന നിലയ്ക്കാണ് താങ്കൾ കാണുന്നത്, അങ്ങനെയാണോ? അതായത് ഒരു ഏരിയ കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് ആ ഏരിയ കമ്മിറ്റി യോഗത്തിനകത്ത് ഞാൻ പങ്കെടുക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ജില്ലാ കമ്മിറ്റിയും അതിൻ്റെ മുന്നേ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും നടക്കുമ്പോൾ മുൻകൂട്ടി എന്നെ പുറത്താക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ ഏരിയ കമ്മിറ്റി യോഗം എന്നോട് പറയാതിരുന്നത്. എന്ന് വെച്ചാൽ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നതിന് മുമ്പേ ഏരിയ കമ്മിറ്റിയിലെ സഖാക്കളെ ഏരിയ കമ്മിറ്റി യോഗം അറിയിച്ചിട്ടുണ്ട് തലേ ദിവസം തന്നെ. എന്ന് വെച്ചാൽ മുൻകൂട്ടി നിങ്ങളെ പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഏരിയ കമ്മിറ്റി അംഗമായ എന്നെ ഏരിയ കമ്മിറ്റി യോഗം അറിയിക്കാതിരിക്കുന്നത്. ശരി, അപ്പോൾ വിഭാഗീയത എവിടെയുണ്ട് എന്നത് വ്യക്തമാണ്. താങ്കളെ അതിൻ്റെ ഭാഗമായി പുറത്താക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു സന്ദേശമാണ് താങ്കൾ വായിച്ചെടുക്കുന്നത്. ഒരു ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ മുതിർന്ന CITU നേതാക്കൾക്ക് ആർക്കെങ്കിലും പങ്കുള്ളതായി താങ്കൾ സംശയിക്കുന്നുണ്ടോ? അപ്പം ഞാൻ അതിൻ്റെ ഒരു നാൾ വഴി ഞാൻ നിങ്ങളോട് പറയാം. അതായത് സ്വാഭാവികമായിട്ടും എൻ്റെ വിഷമം പറഞ്ഞപ്പോൾ അത് അതേ രീതിയിൽ നിങ്ങളൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, നിങ്ങളൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എൻ്റെ അമ്മയുടെ വിഷമം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഫേസ്ബുക്കിനകത്ത് എൻ്റെ അമ്മയെ സമാധാനിപ്പിച്ചത്. അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കാണിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇതിൻ്റെ കാര്യങ്ങൾ പറയാം. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി, ഈ ശ്രീജിത്തേട്ടനുമായി ബന്ധപ്പെടുത്തിയ വിഷയം എന്നോട് CPIMൻ്റെ ജില്ലാ കമ്മിറ്റി എന്ന നിലയ്ക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്നെ വിളിച്ച് അന്വേഷിക്കുന്നു. സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ പറയുന്നു, ഇന്നതൊക്കെയാണ് നടന്നത്. ആ നടന്നതിൻ്റെ ഭാഗമായിട്ട് എന്നോട് പാർട്ടി എന്ന നിലയ്ക്ക് എന്നോട് പറയുന്നു, ഏരിയ കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്ക്, പാർട്ടി സഖാവ് എന്നുള്ള നിലയ്ക്ക് എന്നോട് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. കാരണം ഞാനൊരു പാർട്ടി അംഗമാണ്. പാർട്ടിയുടെ ഉന്നത നേതൃത്വം നിങ്ങൾ ഇനി ശ്രീജിത്തുമായി ബന്ധപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ബന്ധപ്പെടാനേ പാടില്ല എന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള എനിക്കൊരു വിശദീകരണ കുറിപ്പിൽ രണ്ടാമതായിട്ട് എൻ്റെ പേരിൽ എഴുതി തന്നത്, ശ്രീജിത്തുമായി ഈ പ്രശ്നം സംസാരിച്ചതിൻ്റെ ഭാഗമായി താങ്കൾ ശ്രീജിത്തുമായി ബന്ധപ്പെടാൻ പാടില്ലെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ നിരവധി തവണ ശ്രീജിത്തുമായി ഫോണിൽ സംസാരിച്ചതും നേരിട്ട് കണ്ട് സംസാരിച്ചതും താങ്കൾ തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി എന്നാണ്. ശ്രീജിത്തിനെ ഭീഷണിപ്പെടുത്തി തട്ടിപ്പിന്റെ വിവരം മറച്ചുവെക്കാനാണ് ഇതിലൂടെ താങ്കൾ ശ്രമിച്ചത് എന്ന് കാണുന്നു. ഇത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാർട്ടി പറഞ്ഞതിന് ശേഷം ഒരു തരത്തിലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ശ്രീജിത്തിൻ്റെ വീട്ടിൽ പോവുകയോ ശ്രീജിത്തുമായിട്ട് ഫോണിൽ സംസാരിക്കുകയോ വാട്സപ്പിൽ സംസാരിക്കുകയോ മറ്റേതെങ്കിലും ഒരാൾ വഴി സന്ദേശം കൈമാറുകയോ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ പാർട്ടി എന്നെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനകത്തൊരു ചതിയുണ്ട്. ആ ചതി നമ്മൾ മനസ്സിലാക്കണം. ഒരു ചതി ഉണ്ടാകുന്നത് എന്താണ്? ഈ അന്വേഷണത്തിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾക്കറിയാലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ശ്രീജിത്ത് ആ ഒരു സമയത്ത് എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ശ്രീതേട്ടനെ തുടരെ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തു. ശ്രീതേട്ട എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങളെ എനിക്ക് കാണണം, എനിക്ക് വിഷമമുണ്ട്, നിങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയേണ്ടത്, നിർബന്ധമായിട്ടും എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് അയാൾ വളരെ പ്രയാസത്തിൽ വല്ലാത്ത വിഷമത്തിൽ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണുന്നില്ല, എന്നെ വിട്ടേക്കോ, എനിക്ക് പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ നിർബന്ധിച്ചപ്പോൾ കോഴിക്കോട് കല്യാൺ സാരീസിന് മുന്നിൽ വെച്ച് ഞാൻ ശ്രീജിത്തേട്ടനെ കാണുന്നു. ആ ശ്രീജിത്തേട്ടനെ കണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. അപ്പോൾ ശ്രീജിത്തേട്ടൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും പ്രയാസമുള്ളതാണ്. ആ പ്രയാസമുള്ള കാര്യം എന്താണ്? പ്രമോദേട്ട, നിങ്ങളെ എല്ലാ ആൾക്കാരും എന്നോട് സാമ്പത്തികമായി സഹായം ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്നോട് ചോദിച്ചില്ല. പക്ഷേ നിങ്ങൾ കൂടെ നടക്കുന്ന ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ യുവതിയും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവുമാണ് നിങ്ങളെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. റെജുലയും ചേർന്ന് പ്രമോദിനെ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് ശ്രീജിത്ത് താങ്കളോട് പറഞ്ഞു. അതെ, ശ്രീജിത്തേട്ട എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശ്രീജിത്തേട്ട അതൊക്കെ പോട്ടെ, നമുക്ക് അതൊക്കെ വിട്ടേക്കോ. കാരണം ഞാൻ അയാളോട് പറയാൻ പാടില്ല, അയാൾ പാർട്ടി അനുഭാവിയോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്താണ്, പാർട്ടി നേതാക്കന്മാരെ പറ്റിയിട്ടാണ് അവർ പറയുന്നത്. ഞാൻ പറഞ്ഞു, ശരി ശ്രീജിത്തേട്ട, നമുക്ക് എന്ത് ചെയ്യാം, കാണാം. അപ്പോൾ നേരെ അപ്പുറത്ത് ആരുണ്ട്? ശ്രീജിത്തേട്ടൻ്റെ ഭാര്യ 2 വീലറിന്. ഞാൻ പറഞ്ഞു, ശരി കേട്ടോ, പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പോന്നു. ഈ പട്ടേരിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ആ സമയത്ത് എത്തണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് എത്താം. ശ്രീജിത്തേട്ടൻ്റെ വീട്ടിലേക്ക് ഈ സ്ഥലത്ത് നിന്ന് ഞാൻ ഇന്നലെ കണ്ട സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരു 10 മിനിറ്റിലധികം എത്തും.
ഈ പറയുന്ന എൻ്റെ വീട്ടിലെത്തുമ്പോഴേക്കും ഈ പറയുന്ന നേതാവ് എന്നെ വിളിച്ച് ചോദിക്കുന്നത് നിങ്ങൾ ശ്രീജിത്തിന്റെ വീട്ടിൽ പോയി എന്നാണ്. ശ്രീജിത്ത്, ആ നേതാവ് ആരാണെന്ന് പ്രമോദ്, ആ നേതാവ് ആരാണെന്ന് പേര് പറയാമോ പ്രമോദിന്? കാരണം ഇനി ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ, പ്രമോദ് പാർട്ടിയുടെ ഘടകത്തിലില്ല. അത് അല്ല, ഒളിച്ചു വെക്കേണ്ട അല്ല, ഘടകത്തിലില്ല എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഗൂഢാലോചനക്കാരെ പുറത്തിറങ്ങണമെങ്കിൽ നിയമപരമായിട്ട് ഇത്തരം ആളുകളുടെ തെളിവ് സഹിതം നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി. ഇന്ന് രാവിലെ മുതൽ ഞാൻ വക്കീലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ ഇത്ര മാത്രം ഇങ്ങനെ ഗൂഢാലോചന നടത്തി പുറത്താക്കുമ്പോൾ ആ ആൾക്കാരൊക്കെ പുറത്തറിയണ്ടേ? അതായത് താങ്കളെ ചതിച്ചത് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും അറിയണ്ടേ, റിജുല എന്ന് പറയപ്പെടുന്ന ലോക്കൽ കമ്മിറ്റി അംഗവും അടക്കമുള്ളവരാണ്, അവരടക്കമുള്ള ഒരു സംഘമാണ്. അതെ, അതായത് അരുണേട്ട വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ശ്രീജിത്തിന്റെ വീട്ടിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി പോകുന്നത് ഇന്നലെ ഞാൻ ആ വീട്ടിന്റെ മുന്നിൽ സമരത്തിന് അവിടെ പ്രതിഷേധം അറിയിക്കാൻ പോയതിന്റെ ഭാഗമായി മാത്രമാണ്. മനസ്സിലായി. അതുവരെ ഞാൻ വീട്ടിൽ പോകാത്ത എന്നോട് നിങ്ങൾ നിരന്തരം ശ്രീജിത്തിന് ഇടപെട്ടു എന്ന് പറയുന്ന ഒരു വിഷയം പാർട്ടി നേതൃത്വത്തിൻ്റെ അടുത്തേക്ക് ആരാണ് കൊണ്ടുപോയത്? പട്ടേരി വെച്ച് ഞാൻ കണ്ട ശ്രീജിത്തിന് സംസാരിച്ചത്, ഞാൻ ശ്രീജിത്തിന് വീട്ടിൽ പോയി എന്ന് പറയുന്നത് പാർട്ടിയോട് ആരാണ് പറഞ്ഞത്? ആരാണ് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചത്? ഇതുവരെ പാർട്ടി പറഞ്ഞതിന് ശേഷം ശ്രീജിത്തിനെ ഫോൺ കോളിലോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും പറയാത്ത പ്രമോദ് അങ്ങനെ ചെയ്തു എന്ന് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചത് ആരാണ്? ശരി, അതാണ് ഇനി പുറത്തു വരേണ്ടത്. പ്രമോദ് പറഞ്ഞതിൽ ഒരു കാര്യം ഗുരുതരമാണ്. PSC നിയമനത്തിന് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ നിന്ന് കത്തുമായി വരുന്നൊരു രീതി, അതാണ് താങ്കൾ പറഞ്ഞതെന്ന് പറയുമ്പോഴും അവിടെ PSC നിയമനത്തിൽ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു എന്നൊരു വെളിപ്പെടുത്തൽ കൂടിയാണ്. അത് വളരെ ഗുരുതരമായൊരു വെളിപ്പെടുത്തൽ കൂടിയാണ്. പക്ഷേ അത് തന്നെയാണ് ശ്രീജിത്ത് പറഞ്ഞത് എന്ന് സത്യസന്ധമായി പറയുകയായിരുന്നു എന്നത് അംഗീകരിക്കുന്നു. നന്ദി ശ്രീജിത്ത്, നന്ദി പ്രമോദ് ചേർന്നതിന്. ഇനി വരും ദിവസങ്ങളിൽ പ്രമോദ് നിയമപോരാട്ടം തുടരുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? അതെ, ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധപ്പെടുത്തട്ടെ. പറഞ്ഞോളൂ പ്രമോദ്. ഒരു കാര്യം കൂടി ശ്രദ്ധപ്പെടുത്താം. അതായത് ഈ പറയുന്ന പ്രമോദ് എന്ന് പറയുന്ന ആളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാട് അല്ലെങ്കിൽ മാഫിയ പ്രവർത്തനം എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം എൻ്റെ കൈവശമുണ്ട്. അത് എന്തിനു വേണ്ടി? ഒരു പാർട്ടി അംഗത്തിന്റെ മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇടപെടുന്നു. അത് ബാക്കിയുള്ള കാര്യം നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ പറയാം. ഓക്കെ, നമുക്ക് തുടർന്ന് മറ്റൊരു ഘട്ടത്തിൽ സംസാരിക്കാം. പ്രമോദ് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്ന് ശ്രീജിത്തിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ സാമ്പത്തിക ഇടപാടില്ല എന്നാണ് ശ്രീജിത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. നന്ദി പ്രമോദ് കൂട്ടുള്ളി ചേർന്നതിന്. അരുണേട്ട, ഒറ്റ കാര്യം, ഒരു മനുഷ്യനോട് ഞാൻ ഒരു ഉറുപ്പ്യ വാങ്ങുന്നതല്ല. ശരി, അതെൻ്റെ ജീവിതമാണ്. എൻ്റെ അച്ഛൻ പഠിപ്പിച്ച അങ്ങനെയാണ്. താങ്ക് യു പ്രമോദ്.